ലോകചരിത്രത്തിലെ ഏറ്റവും വീരശൂര പരാക്രമികളായിരുന്ന മനുഷ്യരായിരുന്നു വൈക്കിങ്ങുകൾ. പൊതുവെ അക്രമകാരികളും കൊള്ളക്കാരുമായി കണക്കാക്കപ്പെട്ട വൈക്കിങ്ങുകളെ പറ്റി നോബിൾ സാവേജ് എന്ന തരത്തിലുള്ള സമീപനങ്ങളേറെയും ഉണ്ടായി വരുന്നതും ഈ റൊമാൻറ്റിസൈസേഷൻ കാലഘട്ടത്തിലാണ്. ആദ്യകാലങ്ങളിൽ പുറം നാടുകളിലേക്ക് കപ്പൽ കയറിപ്പോയ വൈക്കിങ്ങുകൾ അവരുടെ വെട്ടിപ്പിടുത്തവും കൊള്ളയും കഴിഞ്ഞ് അവർക്ക് മൂല്യമുള്ളതെന്ന് തോന്നിയ ചരക്കുകളുമായി തിരികെ പോരുകയായിരുന്നു പതിവ്. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോൾ വേദിയിലെ നോർവേ ആരാധകർ ഓർമ്മയില്ലേ? ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിൻ്റെ ഏറ്റവും രസകരമായ ഓർമ്മകളിലൊന്നാവും നോർവേ ആരാധകരുടെ ആഘോഷ രീതികൾ. അവരുടെ വൈക്കിംഗ് റോ പെടുന്നനെ വൈറലായി. നോർവേയുടെ മത്സരങ്ങൾ നടന്ന വേദികളിലും സ്റ്റേഡിയങ്ങൾക്ക് പുറത്തും നോർവേ താരങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകൾക്ക് പുറത്തും ആരാധകർ വൈക്കിംഗ് റോ ആഘോഷമാക്കി. നോർവേ ഫുട്ബോൾ ടീമിൻ്റെ മിന്നും താരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റാർ സ്ട്രൈക്കർ ഏർലിൻ ഹാലൻഡ് തന്നെ സ്റ്റേഡിയത്തിലെ ആയിരക്കണക്കിന് നോർവേ ആരാധകരെയും ടീം അംഗങ്ങളെയും കൂട്ടി ഓരോ മത്സരശേഷവും വൈക്കിംഗ് റോക്ക് നേതൃത്വം നൽകി. വലിയ ഡ്രമ്മിൽ ആഞ്ഞുകൊട്ടി ഹുങ്കാര ശബ്ദമുണ്ടാക്കി മുന്നോട്ടാഞ്ഞ് ശേഷം പിന്നോട്ട് ചാഞ്ഞ് വലിയ കപ്പലുകൾ ആഞ്ഞു തുടയുന്ന വൈക്കിംഗ് പോരാളികളെ പോലെ അവർ ആവേശഭരിതരായി. പോരാത്തതിന് ലോകകപ്പ് മത്സരങ്ങൾക്കുള്ള നോർവേ ടീമിൻ്റെ ഫോട്ടോഷൂട്ടിലും ഉണ്ടായിരുന്നു ഒരു വൈക്കിംഗ് വീര്യം. വൈക്കിങ്ങുകളെ പോലെ ഷീൽഡുകളും കുന്തങ്ങളും പിടിച്ച് വൈക്കിംഗ് കഥകളിൽ കേട്ട കൊമ്പൻ ഹെൽമെറ്റുകളും ധരിച്ച് ലോങ് ഷിപ്പുകളിൽ ഒന്നിനു സമീപം സഗൗരവം നിൽക്കുന്ന കളിക്കാരായിരുന്നു ഫോട്ടോഷൂട്ടിൻ്റെ തീം. നോർവേ എന്ന സ്കാൻഡിനേവിയൻ രാജ്യത്തെയും വൈക്കിങ്ങുകൾ എന്ന മനുഷ്യരുമായി അവർക്കുള്ള ചരിത്രത്തെയും കുറിച്ച് ലോകം മുഴുവൻ അന്വേഷിച്ചു. ഹാലൻഡിൻ്റെ കളിമികവും സ്റ്റാമിനയും അപ്പിയറൻസും എന്തിന് ആറ്റിറ്റ്യൂഡും വരെ വൈക്കിംഗ് ലെഗസിയാണെന്ന് ഫുട്ബോൾ ആരാധകർ എഴുതി പിടിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ലോകചരിത്രത്തിലെ ഏറ്റവും വീരശൂര പരാക്രമികളായിരുന്ന മനുഷ്യരായിരുന്നു വൈക്കിങ്ങുകൾ. എന്നാൽ സിനിമകളും നോവലുകളും കോമിക് ബുക്കുകളും എന്തിന് വീഡിയോ ഗെയിമുകളും വരെ പറയുന്നത് പോലെ അവർ വെറും പോരാളികൾ മാത്രമായിരുന്നില്ല. വടക്കേ യൂറോപ്പിൻ്റെ അറ്റത്ത് കടലിനോട് മല്ലിട്ട് ജീവിച്ചിരുന്ന വൈക്കിങ്ങുകൾക്കിടയിൽ കർഷകരും കരകൗശല വിദഗ്ധരും നെയ്ത്തുകാരും കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളിൽ കഴിഞ്ഞു വന്ന ഗോത്രവംശജരായിരുന്നു വൈക്കിങ്ങുകൾ. നോർസുകൾ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. വൈക്കിംഗ് എന്ന പദം പിൽക്കാലത്ത് പ്രചാരത്തിൽ വന്നതാണെന്ന് കരുതാം. ജർമാനിക് ഗോത്രവംശത്തിൽപ്പെട്ടവരാണ് നോർസുകൾ എന്ന് ചരിത്രം പറയുന്നുണ്ട്. വടക്കൻ യൂറോപ്പിൽ കഴിഞ്ഞിരുന്ന അതിശക്തരായ മറ്റു ജർമാനിക് ഗോത്രങ്ങളെ പോലെ വൈക്കിങ്ങുകളും പുലർന്നു പോന്നു. 8-ാം നൂറ്റാണ്ടിലാണ് വൈക്കിങ്ങുകളുടെ പര്യവേഷണവും അധിനിവേശവും ആക്രമണവും ഒക്കെ കാര്യമായി നടക്കുന്നത്. വൈക്കിങ്ങുകൾ എത്തിച്ചേർന്ന പ്രദേശങ്ങളുടെ ചരിത്ര പുസ്തകത്തിൽ ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് വരെയുള്ള 4 നൂറ്റാണ്ടുകൾ വൈക്കിംഗ് ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. 8-ാം നൂറ്റാണ്ടിലാണ് വൈക്കിങ്ങുകളുടെ പര്യവേഷണവും അധിനിവേശവും ആക്രമണവും ഒക്കെ കാര്യമായി ആരംഭിക്കുന്നത്. വൈക്കിങ്ങുകൾ എത്തിച്ചേർന്ന പ്രദേശങ്ങളുടെ ചരിത്ര പുസ്തകത്തിൽ ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് വരെയുള്ള 4 നൂറ്റാണ്ടുകൾ വൈക്കിംഗ് ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. 793 ജൂൺ 8-ന് ഇംഗ്ലണ്ടിലെ നോർത്തംബ്രിയ സാമ്രാജ്യത്തിൻ്റെ ഒരു തീരഗ്രാമം ആക്രമിച്ചുകൊണ്ടാണ് വൈക്കിങ്ങുകളുടെ പടയോട്ടങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് 11-ാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കത്തിൽ വൈക്കിംഗ് വംശജരായ നോർമനുകൾ ഇംഗ്ലണ്ട് കീഴടക്കുന്നതോടെ വൈക്കിംഗ് ഏജ് എന്ന ചരിത്രം പറയുന്ന ഈ കാലം ഉപസംഹരിക്കപ്പെടുന്നുണ്ട്. ഇക്കാലത്തിനിടക്ക് യൂറോപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ നോർസുകൾക്ക് കഴിഞ്ഞു. ഇംഗ്ലണ്ടിലെ അവസാന ആംഗ്ലോ സാക്സൺ രാജാവായിരുന്ന ഹരോൾഡ് ഗോഡ്വിൻസൺ നോർസ് വംശപാരമ്പര്യമുള്ള ആളായിരുന്നു. 1013-1014 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ച സ്വൈൻ ഫോക്സ്ബിയർഡും 1016 മുതൽ 1035 വരെ ഭരണത്തിലിരുന്ന കാനുഡ് ദ ഗ്രേറ്റും വൈക്കിങ്ങുകൾ തന്നെയായിരുന്നത്രേ. അവരുടെ പ്രയാണങ്ങൾ വടക്കേ അമേരിക്കൻ വൻകരയിൽ വരെ എത്തി. കൊളംബസ് അമേരിക്കയിൽ എത്തുന്നതിനും 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു അതെന്നോർക്കണം. പിൽക്കാലത്ത് പാരീസ് നഗരം അവർ ഉപരോധിച്ചു. ഇംഗ്ലണ്ട് അവർ പിടിച്ചെടുത്തു. നോർത്തംബ്രിയയിലെ ആദ്യ വൈക്കിംഗ് ആക്രമണത്തോടെ തന്നെ ഇംഗ്ലീഷ് തീരങ്ങൾ വൈക്കിങ്ങുകളെ ഭയന്നിരുന്നു. അതുവരെ അങ്ങനെ ഒരു ആക്രമണം അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഇംഗ്ലണ്ടുകാർ ഇത് ദൈവകോപമാണെന്ന് ഉറപ്പിച്ചു. കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുന്ന കൊള്ളയും കൊലയും കൊള്ളിവെപ്പും മാത്രം വശമുള്ള വൈക്കിംഗ് പാഗനുകളോട് അവർക്ക് തോന്നിയ പേടി പിന്നീട് ഒരു 12 നൂറ്റാണ്ട് കാലം നിലനിന്നു എന്നതാണ് വസ്തുത. 19-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലെ ഒരുവിധം സംസ്കാരങ്ങളും വൈക്കിങ്ങുകളെ മറ്റൊരു തരത്തിൽ നോക്കാൻ ആരംഭിച്ചത്. അതുവരെ അവരെ കടൽ കൊള്ളക്കാരും കലാപകാരികളുമായാണ് യൂറോപ്യൻ സംസ്കാരങ്ങൾ ഏറെയും കണ്ടുപോകുന്നത്. മധ്യകാല യൂറോപ്പിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളേറെയും അതുകൊണ്ട് തന്നെ വൈക്കിങ്ങുകളെ അതിക്രൂരന്മാരായാണ് ചിത്രീകരിച്ചിരുന്നത്.
ക്രൈസ്തവ മിഷണറിമാരും അഹമ്മദ് ബിൻ റുസ്തയെ പോലുള്ളവരുടെ ചരിത്ര രേഖകളിലും കൊള്ളയും കൊള്ളിവെപ്പും മാത്രം അറിയുന്ന മനുഷ്യർ എന്നാണ് വൈക്കിങ്ങുകളെ പറ്റി എഴുതപ്പെട്ടത്. സത്യം പറഞ്ഞാൽ വൈക്കിംഗ് ഏജിൽ നോർസ് നാവികർ തുറന്ന പുതിയ വഴികളിലൂടെ സ്കാൻഡിനേവിയൻ ഭൂപ്രദേശങ്ങളിൽ നിന്ന് വടക്കൻ ജർമാനിക് പ്രദേശങ്ങളിലും ഈസ്റ്റ് ആംഗ്ലിയ, ബാൾട്ടിക് തീരങ്ങൾ, പൂർവ്വ യൂറോപ്യൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കും വൈക്കിങ്ങുകൾ ചെന്നെത്തി. യുദ്ധങ്ങളും പോരുകളും എന്നതുപോലെ കച്ചവട ബന്ധങ്ങളും കാർഷിക വാണിജ്യാടിസ്ഥാനത്തിൽ പ്രധാനമായും രൂപം കൊണ്ട സെറ്റിൽമെൻറ്റുകളും വൈക്കിങ്ങുകൾക്കിടയിൽ ഉണ്ടായി വന്നു. വൈക്കിങ്ങുകൾ അന്നത്തെ ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബഗ്ദാദിൽ വരെ എത്തിച്ചേർന്നതിൻ്റെ പുരാവസ്തു രേഖകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വോൾഗ അടക്കമുള്ള നദികളിലൂടെ വൈക്കിംഗ് കച്ചവടക്കാർ പുതിയ തീരങ്ങളിലേക്ക് പ്രയാണം നടത്തി. മൃഗത്തോലുകൾ, മൃഗരോമങ്ങൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ, മരപ്പശ, കപ്പലുകളും ബോട്ടുകളും നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രത്യേക മരക്കൊഴുപ്പ്, കൊമ്പുകൾ തുടങ്ങി അടിമകൾ വരെ അവരുടെ ചരക്കുകളിലുണ്ടായിരുന്നു. ബിർക്ക, ഹെഡിബി, കപൗങ്, ചോർവിക്, സ്റ്റരായ ലഗോദ, നോവ്ഗോറോഡ്, കീവ് തുടങ്ങി നദീതട തുറമുഖങ്ങൾ വൈക്കിങ്ങുകളുടെ ട്രേഡ് റൂട്ടിലെ പ്രധാന കേന്ദ്രങ്ങളായി മാറി. കടലിലൂടെയും നദികളിലൂടെയും വൈക്കിങ്ങുകൾ വിഹരിച്ചു നിന്നു. വോൾഗയിലും യൂറോപ്പിലെ അനേകം നദികളിലും അവർ അധീശത്വം ഉറപ്പിച്ചു. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന ബാൾട്ടിക് തീരങ്ങളും വൈക്കിങ്ങുകൾ കീഴടക്കി. ഇവിടെയുള്ള കച്ചവട കേന്ദ്രങ്ങളുടെ നിയന്ത്രണവും അവർ ഏറ്റെടുത്തു. വെട്ടിപ്പിടിച്ചും കൊള്ള ചെയ്തും കച്ചവടം നടത്തിയും അവർ നാടുകൾ താണ്ടി. ഫറോ ദ്വീപുകൾ, ഐസ്ലാൻഡ്, നോർസ് ഗ്രീൻലാൻഡ്, ന്യൂഫൗണ്ട്ലാൻഡ്, നെതർലാൻഡ്സ്, ജർമ്മനി, നോർമണ്ടി, ഇറ്റലി, സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ്, അയർലാൻഡ്, എയിൽ ഓഫ് മെൻ, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, ഉക്രൈൻ, റഷ്യ, തുർക്കി എന്നിങ്ങനെ യൂറോപ്പിൻ്റെ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും അവർ വ്യാപരിച്ചു. ബൈസന്റൈൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള കോൺസ്റ്റാന്റിനോപ്പിളിലെത്തിയ വൈക്കിങ്ങുകളെ റോയൽ ഗാർഡിൽ നിയമിച്ചിരുന്നുവത്രേ. ഇവർ വാരങ്കിയൻ ഗാർഡുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റഷ്യൻ പ്രദേശങ്ങളിലെത്തിയ വൈക്കിങ്ങുകളെ വിളിച്ചിരുന്ന പേരാണ് വാരങ്കിയൻസ് എന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒന്നായ ബൈസന്റൈൻ കോട്ടയിൽ റോയൽ ബോഡി ഗാർഡുകളായി നിയമിതരായിരിക്കുമ്പോഴും ഏതോ ദുർബല നിമിഷത്തിൽ അവരിൽ ചിലർ അതിധനികമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ ബസാറുകൾ കൊള്ളയടിച്ചെന്നും ചരിത്രം പറയുന്നു. പതിയെ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നീ പ്രദേശങ്ങളിൽ പുതിയ സാമ്രാജ്യങ്ങൾ രൂപപ്പെടുകയും ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, കീവ് തുടങ്ങിയ ഇടങ്ങളിലും വൈക്കിംഗ് വംശരുടെ ഭരണങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇതിനൊപ്പം വൈക്കിങ്ങുകൾക്കിടയിൽ ക്രൈസ്തവവൽക്കരണവും സജീവമായി. അതുവരെ ജർമാനിക് പാഗൻ വിശ്വാസമായിരുന്നു നോർസുകളുടേത്. അവർ ഓഡിൻ, തോർ തുടങ്ങിയ ദൈവങ്ങളിലും വിശ്വസിച്ചു പോന്നു. സ്റ്റാൻലിയും ലാരി ലീബറും ജാക്ക് കിർബിയോടൊപ്പം ചേർന്ന് മാർവൽ കോമിക്സിന് വേണ്ടി തയ്യാറാക്കിയ തോർ ഓഡിൻസൺ എന്ന കഥാപാത്രത്തിന് ലോകമെമ്പാടും ആരാധകരുണ്ട്. സത്യം പറഞ്ഞാൽ വലിയ ചുറ്റിക ചുഴറ്റി യുദ്ധം ചെയ്യുന്ന ഇടിമിന്നലിനെയും കൊടുങ്കാറ്റിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന സൂപ്പർ ഹീറോ തോർ ഒരു വൈക്കിംഗ് ദൈവമാണ്. നോർസ് എന്നറിയപ്പെടുന്ന ഭാഷയായിരുന്നു വൈക്കിങ്ങുകളുടേത്. അവർക്ക് എഴുത്ത് വശമുണ്ടായിരുന്നില്ല. ആകെയുള്ളത് ശവകുടീരങ്ങളിലും മറ്റും നാട്ടുന്ന കല്ലുകളിൽ കൊത്തിവെച്ച ചില റൂണിക് ഇൻസ്ക്രിപ്ഷൻസ് മാത്രമാണ്. അതായിരുന്നു അവരുടെ ഭാഷയും എഴുത്തുകളും എന്ന് പറയാം. എന്നാൽ നോർസ് ഭാഷ പിൽക്കാലത്ത് ഇംഗ്ലീഷ് ഭാഷാ രൂപീകരണത്തിൽ വരെ സ്വാധീനം ചെലുത്തി. ആദ്യകാല ഇംഗ്ലീഷ് ഭാഷയിൽ നോർസ്, സ്ലാവ്, സാക്സൺ പ്രയോഗങ്ങൾ ധാരാളം ഉണ്ടായിരുന്നത്രേ. വൈക്കിങ്ങുകളുടെ സംസ്കാരം ഇന്നും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ദൃശ്യമാണ്. അവരുടെ വസ്ത്രധാരണ രീതികളിലും മറ്റും അത് പ്രകടമാണെന്ന് പറയാം. 19-ാം നൂറ്റാണ്ടിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ സജീവമായ വൈക്കിംഗ് റിവൈവൽ മൂവ്മെൻറ്റുകൾ സ്കാൻഡിനേവിയൻ സംസ്കാരങ്ങളുടെ സാംസ്കാരിക തനിമകളെ സംരക്ഷിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തി. പൊതുവെ അക്രമകാരികളും കൊള്ളക്കാരുമായി കണക്കാക്കപ്പെട്ട വൈക്കിങ്ങുകളെപ്പറ്റി നോബിൾ സാവേജ് എന്ന തരത്തിലുള്ള സമീപനങ്ങളേറെയും ഉണ്ടായി വരുന്നതും ഈ റൊമാൻറ്റിസൈസേഷൻ കാലഘട്ടത്തിലാണ്. സ്ലാവിക്കുകളുമായുള്ള നോർസുകളുടെ സങ്കലനം സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇരു ഗോത്രങ്ങളും വലിയ ശക്തരും ഒരു വേള പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെട്ടവരുമായിരുന്നു. എന്നാൽ ഡെൻമാർക്കിലെ ചില പ്രദേശങ്ങളിൽ നോർസുകളും സ്ലാവുകളും തമ്മിൽ സ്വരച്ചേർച്ചയിലായി. പിന്നീട് കൂടുതൽ ശക്തരായ വൈക്കിംഗ് തലമുറ രൂപപ്പെടുകയാണ്. ആദ്യകാലങ്ങളിൽ പുറം നാടുകളിലേക്ക് കപ്പൽ കയറിപ്പോയ വൈക്കിങ്ങുകൾ അവരുടെ വെട്ടിപ്പിടുത്തവും കൊള്ളയും കഴിഞ്ഞ് അവർക്ക് മൂല്യമുള്ളതെന്ന് തോന്നിയ ചരക്കുകളുമായി തിരികെ പോരുകയായിരുന്നു പതിവ്. പിന്നീട് വെട്ടിപ്പിടിച്ചിടങ്ങളിൽ അവർ താമസിച്ചു തുടങ്ങി. സ്കാൻഡിനേവിയയ്ക്ക് പുറത്തുള്ള വൈക്കിംഗ് സെറ്റിൽമെൻറ്റുകൾ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. കൃഷിയും കച്ചവട കേന്ദ്രങ്ങളും ഇത്തരം സെറ്റിൽമെൻറ്റുകളുടെ കേന്ദ്രങ്ങളായി. പതിയെ അവർ ഭരണവും സ്ഥാപിച്ചു തുടങ്ങി. സ്കാൻഡിനേവിയൻ നാടുകളിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും വൈക്കിങ്ങുകൾ മറ്റു നാടുകൾ തേടിപ്പോയത് എന്നതിനെ ചൊല്ലി ചരിത്രത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഒരുപാട് സ്ത്രീകളെ ഭാര്യമാരും വെപ്പാട്ടികളുമായി വെച്ചുകൊണ്ടിരുന്ന ശീലമുണ്ടായിരുന്ന വൈക്കിങ്ങുകൾ കൂടുതൽ സ്ത്രീകളെ കടത്തിക്കൊണ്ടുവരാനാണ് മറ്റിടങ്ങളിലേക്ക് തുഴഞ്ഞുപോയതെന്ന് പറയുന്നവർ മുതൽ
പുതിയ ലോകമറിയാനും കൂടുതൽ സമ്പാദിക്കാനുമുള്ള സ്വതസിദ്ധമായ മനുഷ്യൻ്റെ ത്വര മൂലമാണെന്ന് അഭിപ്രായപ്പെടുന്നവർ വരെ അക്കൂട്ടത്തിലുണ്ട്. എന്തായാലും വൈക്കിങ്ങുകളെ എതിർക്കാൻ പോകുന്ന നാവിക സേനകൾ യൂറോപ്പിൽ എവിടെയും അക്കാലത്തുണ്ടായിരുന്നില്ല. അതിശയകരമായ കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യമുണ്ടായിരുന്നു വൈക്കിങ്ങുകൾക്ക്. അവർ പ്രധാനമായും 2 തരം കപ്പലുകളാണ് നിർമ്മിച്ചത്. ലോങ് ഷിപ്പുകൾ എന്നറിയപ്പെടുന്ന വലിയ ഡ്രാഗൺ കപ്പലുകൾ, ഇത് യുദ്ധാവശ്യങ്ങൾക്കുള്ളതായിരുന്നു. നാർ എന്നാണ് വാണിജ്യാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കപ്പലുകളെ അവർ വിളിച്ചിരുന്നത്. കടുത്ത കടൽക്ഷോഭങ്ങളെ ഭേദിക്കാൻ പോന്ന ഉറപ്പും കൊടുങ്കാറ്റുകളെ പോലും വകഞ്ഞു മുന്നേറാൻ കഴിയുന്ന ഹള്ളും പ്രോവും ഈ കപ്പലുകളുടെ പ്രത്യേകതയായിരുന്നു. വൈക്കിങ്ങുകളുടെ നേവൽ ഫ്ലീറ്റുകളായ ലൈഡിങ്ങുകളുടെ പ്രധാന സവിശേഷത ലോങ് ഷിപ്പുകളായിരുന്നത്രേ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കപ്പൽ പടയെ വെല്ലാൻ മാത്രമുള്ള സന്നാഹങ്ങളെന്ന് യൂറോപ്പിൽ ആർക്കുമില്ലായിരുന്നു. പ്രധാനമായും 3 തട്ടുകളിലായാണ് വൈക്കിങ്ങുകളുടെ സാമൂഹിക ഘടന ഉണ്ടായത്. ത്രാൾസ് എന്നറിയപ്പെട്ട വിഭാഗം സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരായിരുന്നു. ഏറിയും അടിമകളായിരുന്നു ഈ ശ്രേണിയിൽ. അവർ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് സേവനം ചെയ്തും വിധേയപ്പെട്ടും കഴിഞ്ഞു പോന്നു. ഇടത്തരം വിഭാഗം കാൾസ് എന്നാണ് അറിയപ്പെട്ടത്. അവരിൽ ഇടത്തരം കർഷകരും ചെറുകിട വ്യാപാരികളുമാണ് ഉണ്ടായിരുന്നത്. ഉന്നത ശ്രേണിയിലുള്ളവരെ ജാൾസ് എന്ന് വിളിച്ചു പോന്നു. ഭരണാധികാരികൾ, പടനായകർ, വൻകിട കർഷകർ, വലിയ കച്ചവടക്കാർ എന്നിവർ ഈ വിഭാഗത്തിൽപ്പെട്ടു. പ്രാചീന ഭാരതത്തിൽ ഉടലെടുക്കുകയും പിന്നീട് ഇന്നും ഇന്ത്യൻ സമൂഹത്തിൽ കാണപ്പെടുകയും ചെയ്യുന്ന വർണ്ണാശ്രമ സമ്പ്രദായം പോലെ നോർസുകൾക്കിടയിലെ ഈ ശ്രേണിയും ദൈവികമാണെന്ന് അവർ വിശ്വസിച്ചു. ഇവിടെ ബ്രഹ്മാവാണ് ജാതീയ ശ്രേണികളുടെ ഉത്ഭവമെങ്കിൽ അവിടെ ഹെയിംഡൽ എന്ന ദൈവമാണ്. ഒഡിൻ പുത്രൻ തന്നെയാണ് ഹെയിംഡലും. യൂറോപ്പിലെ മറ്റു ഗോത്രങ്ങളെക്കാൾ മികച്ച ഗോത്രമാണ് തങ്ങളുടേതെന്ന് ജർമാനിക് ഗോത്രങ്ങൾ വിശ്വസിച്ചു പോന്നിരുന്നു. നോർസുകളും ആ വിശ്വാസം കൊണ്ടു നടന്നു. 1930-കളിൽ ജർമ്മനിയിൽ നാസികൾ വൈക്കിംഗ് പാരമ്പര്യത്തെ ഏറ്റവും മികച്ച വംശ പാരമ്പര്യമെന്ന് ആഘോഷിച്ചു. നാസികളുടെ ആര്യൻ സുപ്രീമസി സിദ്ധാന്തങ്ങളെ സാധൂകരിക്കും വിധം വൈക്കിങ്ങുകളെ നാസികൾ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും വൈക്കിംഗ് ഇതിഹാസങ്ങൾക്ക് ചുറ്റും പുതിയ വ്യവഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്തൊക്കെയായാലും അസാധാരണമായ കായികക്ഷമതയും സ്ഥിരോത്സാഹവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുള്ള മനുഷ്യരാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേറെയും. സത്യം പറഞ്ഞാൽ പോയ കാലത്തിൻ്റെ ചരിത്രത്തിൽ അതിശയകരമായ അതിജീവനത്തിൻ്റെയും രക്തരൂക്ഷിതമായ പോർവഴികളുടെയും കഥയാണ് വൈക്കിങ്ങുകളുടേത്.